ഹായ്, എൻ്റെ എഡ്യൂക്കേഷണൽ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ റെവല്യൂഷൻ. വിപ്ലവത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നിങ്ങളിലെ ഇംഗ്ലീഷ് മീഡിയക്കാരും മലയാളം മീഡിയക്കാരും ഉണ്ടല്ലോ. പക്ഷേ രണ്ട് വിഭാഗത്തിനും ഒരുപോലെ പ്രയോജനപ്പെടുന്ന വീഡിയോകൾ വളരെ കുറവാണ്. മറ്റൊരു കാര്യം, സാമൂഹ്യശാസ്ത്രം പഠിക്കുമ്പോൾ പലപ്പോഴും അതിലെ വസ്തുതകൾ പരസ്പരം ഇടകലരുകയോ മറന്നു പോവുകയോ ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ ഈ പാഠത്തിലൂടെ കടന്നു പോകുമ്പോൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ തുടങ്ങി വിവിധ വിപ്ലവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓരോന്നിൻ്റെയും കാരണങ്ങൾ, ഫലങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ കുട്ടികൾക്ക് ഇടകലരുകയോ മറന്നു പോവുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഇതാണ്. ഈ വീഡിയോ രൂപം കൊടുക്കാൻ എനിക്ക് പ്രചോദനമായത്. മാത്രമല്ല, ഈ ചാനലിലൂടെ മോട്ടിവേഷണൽ ടിപ്സും സ്റ്റഡി ടിപ്സും നൽകാനും ആഗ്രഹിക്കുകയാണ്. എല്ലാവരെയും ഈ എഡ്യൂക്കേഷണൽ ചാനലിലേക്ക് വീണ്ടും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഈ വീഡിയോ 100% നിങ്ങൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. അതെന്താന്ന് പറയട്ടെ. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാതെ, അതായത് അടിച്ചടിച്ച് വിടാതെ ഫുള്ളായിട്ട് കാണണം. നിർദ്ദേശങ്ങളെ കൃത്യമായി ഫോളോ ചെയ്യുകയും വേണം. അങ്ങനെ നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്ത് ഫുൾ ചാർജഡായി എൻ്റെ കൂടെ ഉണ്ടാവൂലേ? ഓക്കെ, എങ്കിൽ വീഡിയോ ശ്രദ്ധയോടുകൂടി കാണുക, അതിലെ നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടാൻ വേണ്ടി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും വേണം. ചെയ്യൂലേ? അപ്പോൾ നമ്മൾ തുടങ്ങി. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഏത് സബ് യൂണിറ്റാന്നാ പറഞ്ഞത്? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ വിപ്ലവം കഴിഞ്ഞാൽ പിന്നേതാ? ഫ്രഞ്ച് റെവല്യൂഷൻ. അത് കഴിഞ്ഞാലോ ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ. ചുരുക്കി പറഞ്ഞാൽ വിപ്ലവങ്ങൾ. എങ്കിൽ എൻ്റെ ചോദ്യം, വിപ്ലവങ്ങൾ റെവല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? പറഞ്ഞോളൂ. പോരാട്ടങ്ങൾ അല്ലേ? സമരങ്ങൾ അല്ലേ? എങ്കിൽ അതൊന്ന് മെച്ചപ്പെടുത്തി എങ്ങനെ പറയാൻ പറ്റും? നോക്കിക്കോളൂ. വിപ്ലവങ്ങൾ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിഷേധിക്കുന്ന നിലവിലിരുന്ന വ്യവസ്ഥിതിയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കാനായി നടത്തിയ പോരാട്ടങ്ങളാണ്, സമരങ്ങളാണ് വിപ്ലവങ്ങൾ എന്നറിയപ്പെടുന്നത്. Revolutions. These are struggles which tried to change the system that denied freedom and rights and to establish a new one. അതായത് ജനങ്ങളുടെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിഷേധിച്ച നിലവിലെ ഭരണക്രമത്തിനെതിരെ ജനങ്ങൾ അണിനിരക്കുകയും പോരാടുകയും ഒരു പുതിയ ഭരണക്രമം രൂപം കൊടുക്കുകയും ചെയ്തു. ഇതിനെയാണ് വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ അടുത്ത ചോദ്യം, ഇങ്ങനെ ജനങ്ങളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും നിഷേധിച്ച ഭരണകൂടത്തിനെതിരെ അണിനിരക്കുവാൻ ജനങ്ങൾക്ക് പ്രേരണ നൽകിയ രണ്ട് ലോകസംഭവങ്ങൾ, പ്രധാന ലോകസംഭവങ്ങൾ 18ാം നൂറ്റാണ്ടോടുകൂടി ലോകത്തുണ്ടായി. ഏതൊക്കെയാണ്
ഈ രണ്ട് പ്രധാന ലോക സംഭവങ്ങൾ. അതിലൊന്ന് ആദ്യം ആരംഭിക്കുന്നു, അതാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. അതിനുശേഷം മറ്റൊന്ന്. എന്താണെന്ന് പറഞ്ഞു നോക്കൂ. റിനൈസൻസ് ആൻഡ് എൻലൈറ്റൻമെന്റ്. നവോത്ഥാനവും ജ്ഞാനോദയവും. എങ്കിൽ എങ്ങനെയാണ് നവോത്ഥാനവും ജ്ഞാനോദയവും ജനങ്ങൾക്ക് വിപ്ലവങ്ങൾക്ക് പ്രേരണ നൽകിയതെന്ന് അറിയണ്ടേ? എങ്കിൽ നോക്കിക്കോളൂ. 14-15 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ ആരംഭിച്ച നവോത്ഥാനം അഥവാ റിനൈസൻസും അതിൻ്റെ ഫലമായി 18-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട ജ്ഞാനോദയം അഥവാ എൻലൈറ്റൻമെൻറ്റും ആണ് വിപ്ലവങ്ങൾക്ക് പ്രേരണ നൽകിയ പ്രധാന ഘടകങ്ങൾ. നവോത്ഥാനം എങ്ങനെയാണ് വിപ്ലവങ്ങൾക്ക് പ്രേരകമായതെന്ന് നോക്കാം. നവോത്ഥാനത്തിൻ്റെ സൃഷ്ടികളായിരുന്നു മാനവികത അഥവാ ഹ്യൂമനിസം, മറ്റൊന്ന് ശാസ്ത്രബോധം സയൻറ്റിഫിക് ടെമ്പർ, നെക്സ്റ്റ് യുക്തിചിന്ത റേഷണൽ തിങ്കിങ്, നെക്സ്റ്റ് വിമർശന ബുദ്ധി സ്പിരിറ്റ് ഓഫ് ക്രിറ്റിസിസം, നെക്സ്റ്റ് അന്വേഷണ തൃഷ്ണ അഥവാ സ്പിരിറ്റ് ഓഫ് എൻക്വയറി. ഇതിൻ്റെ എല്ലാം സമ്മേളിത രൂപമായിരുന്നു ജ്ഞാനോദയം അഥവാ എൻലൈറ്റൻമെന്റ്. In short, Renaissance gave birth to enlightenment. ഇനി എങ്ങനെയാണ് എൻലൈറ്റൻമെന്റ് ജ്ഞാനോദയം വിപ്ലവങ്ങൾ സൃഷ്ടിച്ചതെന്നാണ്. ജ്ഞാനോദയം സ്വാതന്ത്ര്യം, ദേശീയത, ജനാധിപത്യം, സമത്വം തുടങ്ങിയ ആശയങ്ങൾക്ക് ജന്മം നൽകുകയും ഇത്തരം ചിന്തകൾ വിപ്ലവങ്ങൾക്ക് ഹേതുവായി തീരുകയും ചെയ്തു. That is, enlightenment stimulated ideas like freedom, nationalism, democracy, equality, etc. ചുരുക്കത്തിൽ നവോത്ഥാനത്തിൻ്റെ ജ്ഞാനോദയത്തിൻ്റെ പ്രേരണയാൽ ജനങ്ങൾ സ്വാതന്ത്ര്യവും സമത്വവും ആഗ്രഹിക്കുകയും അതിനായി പോരാടുകയും ചെയ്തു. ഇൻ ഷോർട്ട്, ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് Renaissance and Enlightenment, people struggled for equality, liberty, etc. എങ്കിൽ ഈ സമര പോരാട്ട ചരിത്രം നമ്മൾ ഓരോന്നോരോന്നായി കാണാൻ പോവാണ്. നമ്മൾ ആദ്യം കാണുകയാണ് നമ്മുടെ SS1 ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന യൂണിറ്റിലെ സബ് യൂണിറ്റ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. മറ്റേതൊരു വിപ്ലവത്തെ പോലെയും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രധാനമായും പഠിതാവ് അറിഞ്ഞിരിക്കേണ്ട 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, അമേരിക്കൻ വിപ്ലവത്തിനിടയാക്കിയ കാരണങ്ങൾ. മറ്റൊന്ന്, അമേരിക്കൻ വിപ്ലവത്തിലെ പ്രധാന സംഭവങ്ങൾ. മറ്റൊന്ന്, അമേരിക്കൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ. പക്ഷേ ഇവിടെ ഉണ്ടാവുന്നൊരു പ്രശ്നം, പലപ്പോഴും കുട്ടികൾക്ക് വിപ്ലവങ്ങൾ മുഴുവനും പഠിച്ചു തീരുമ്പോൾ വിപ്ലവങ്ങളുടെ കാരണങ്ങൾ പരസ്പരം മാറിപ്പോവുകയോ ഇടകലരുകയോ മറന്നുപോവുകയോ ചെയ്യാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ബ്രെയിൻ മാപ്പിംഗ് ടെക്നിക്കിലെ ഒരു സാധ്യതയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ ടെക്നിക്കില്ലാതെ ഇത്തരം കാര്യങ്ങൾ ഓർത്തു വെക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ ഓർത്തു വെക്കാവുന്നതുമാണ്.
എന്താണെങ്കിലും ബ്രെയിൻ മാപ്പിംഗ് ടെക്നിക്കിലെ ഒരു സാധ്യത ഇവിടെ പരിചയപ്പെടുത്തുന്നു. ഈ സാധ്യത നാം പരിചയപ്പെടുത്തുന്നത് സർക്കംസ്റ്റാൻസസ് ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന ചോദ്യത്തിന് ഉത്തരം എഴുതാൻ കുട്ടിയെ പ്രാപ്തമാക്കാനാണ്. അതല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് അമേരിക്കൻ റെവല്യൂഷൻ, അതല്ലെങ്കിൽ വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് ഓഫ് അമേരിക്കൻ റെവല്യൂഷൻ, അമേരിക്കൻ വിപ്ലവത്തിലെ പ്രധാന സംഭവങ്ങൾ പട്ടികപ്പെടുത്തുക തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന് കുട്ടിയെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയാണ് ബ്രെയിൻ മാപ്പിംഗ് ടെക്നിക്കിലെ ഈ സാധ്യത ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്. എല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ഷീറ്റിലേക്ക് ഈ വീഡിയോയിൽ കാണുന്ന ബ്രെയിൻ മാപ്പിംഗ് ഷീറ്റ് എഴുതിയെടുക്കണം. ബ്രെയിൻ മാപ്പിംഗ് ഷീറ്റിൻ്റെ ഇടതുഭാഗത്ത് ബ്രിട്ടനും ബ്രിട്ടനോട് ബന്ധപ്പെട്ട കാര്യങ്ങളും വലതുഭാഗത്ത് അമേരിക്കൻ കോളനികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് എഴുതേണ്ടത്. ആരോ മാർക്കും കൊടുക്കേണ്ടതുണ്ട്. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് വേണ്ടി ഇംഗ്ലീഷിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. വീഡിയോ പൂർണ്ണമായും കേട്ടതിന് ശേഷം ഇതിൻ്റെ മലയാള ഭാഷാന്തരം പറയും. മലയാളം മീഡിയക്കാർ ഒരു വൈറ്റ് ഷീറ്റ് ഓഫ് പേപ്പർ എടുത്ത് ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളുടെ മലയാളം ഇതേപോലെ എഴുതി ആരോ മാർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അമേരിക്കൻ വിപ്ലവത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ, അനലൈസ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ഇൻട്രഡക്ഷനായി എഴുതേണ്ട ഫസ്റ്റ് പോയിന്റ് പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. നമ്മൾ ആദ്യം എഴുതേണ്ടത് അമേരിക്കൻ വിപ്ലവത്തിൻ്റെ സാഹചര്യങ്ങൾ ചോദിക്കുമ്പം ആദ്യം എഴുതേണ്ട ഇൻട്രഡക്ഷനാണ്. 16th century onwards, Europeans migrated into North America. And by 18th century, Britain established 13 colonies in North America. മലയാളത്തിൽ പറയാം. 16-ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്യന്മാർ വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറുന്നു. നെക്സ്റ്റ് 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയിൽ 13 കോളനികൾ സ്ഥാപിച്ചു. ഈ 13 കോളനികൾ ഏതെല്ലാമാണെന്നറിയണ്ടേ? ഇതാണ് ബ്രിട്ടൻ വടക്കേ അമേരിക്കയിൽ സ്ഥാപിച്ച 13 കോളനികൾ. നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളുടെ ഇൻട്രഡക്ഷനാണ്. ഇനി പരിചയപ്പെടാൻ പോകുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാരണങ്ങളാണ്. ബ്രിട്ടൻ വടക്കേ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിക്കുകയും ഈ കോളനികളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിനുവേണ്ടി ബ്രിട്ടൻ കോളനികളിൽ നടപ്പാക്കിയതാണ് മെർക്കാൻഡലിസം. മെർക്കാൻഡലിസത്തിൻ്റെ ഭാഗമായി ബ്രിട്ടൻ കോളനികളിൽ മെർക്കാൻഡലിസ്റ്റ് നിയമങ്ങൾ നടപ്പാക്കി. ഇതാണ് ഒന്നാമത്തെ കാരണം. ബ്രിട്ടൻ അമേരിക്കൻ കോളനികളിൽ മെർക്കാൻഡലിസ്റ്റ് നിയമങ്ങൾ നടപ്പാക്കി അമേരിക്കക്കാരെ ബ്രിട്ടനെതിരെ പടപൊരുതാൻ പ്രേരിപ്പിച്ച ഒന്നാമത്തെ കാരണമാണ് മെർക്കാൻഡലിസ്റ്റ് നിയമങ്ങൾ. തീർച്ചയായും എന്താണ് ഈ മെർക്കാൻഡലിസ്റ്റ് നിയമങ്ങൾ, മെർക്കാൻഡലിസം എന്നറിയേണ്ടതുണ്ട്. ഒറ്റവാക്ക് പറഞ്ഞാൽ
മെർക്കാന്റലിസം എന്നത് ബ്രിട്ടീഷ് പോളിസി ടു എനേബിൾ കോളനീസ് ആസ് എ ബ്രിട്ടീഷ് മാർക്കറ്റ് ആൻഡ് എ സെൻറ്റർ ഓഫ് റോ മെറ്റീരിയൽസ്. കോളനികളെ ബ്രിട്ടീഷ് കമ്പോളമായും അസംസ്കൃത വസ്തുക്കളുടെ സംഭരണ കേന്ദ്രമായും മാറ്റിയെടുക്കാനുള്ള ബ്രിട്ടീഷ് നയം. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്. Mercantilism is a British policy to enable colonies as a British market and a source of raw material. മെർക്കാന്റിലിസം എന്നത് ബ്രിട്ടൻ കച്ചവടക്കാരുടെ സഹായത്തോടെ കോളനികളിൽ നടപ്പാക്കിയ ഒരു നയം ആണ്. ഈ നയം നടപ്പാക്കിയത് അമേരിക്കൻ കോളനികളെ ബ്രിട്ടൻ്റെ മാർക്കറ്റായും അമേരിക്കൻ കോളനികൾ ബ്രിട്ടൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ സംഭരണ കേന്ദ്രമായും മാറ്റുന്നതിന് വേണ്ടി നടപ്പാക്കിയ നയം. ദാറ്റ് ഈസ് മെർക്കാന്റിലിസ്റ്റ് ലോസ്. മെർക്കാന്റിലിസ്റ്റ് നിയമങ്ങൾ വിശദമായി നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. മെർക്കാന്റിലിസം ബ്രിട്ടൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ശേഖരണ കേന്ദ്രമായും ബ്രിട്ടീഷ് സാധനങ്ങൾ വിൽക്കാനുള്ള കമ്പോളമായും അമേരിക്കയെ മാറ്റുന്നതിന് ബ്രിട്ടൻ്റെ സഹായത്തോടെ കച്ചവടക്കാർ നടപ്പാക്കിയ വാണിജ്യ നയം. ഇതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. Mercantilism. It is a policy implemented by the British merchants with the help of Britain in the American colonies to treat the American colonies as centers for collecting raw materials for their industry and as market for selling their products. ഇനി ഏതൊക്കെയാണ് മെർക്കാന്റിലിസത്തിൻ്റെ ഭാഗമായി നടപ്പാക്കിയ നിയമങ്ങൾ എന്നറിയണ്ടേ? ആ നിയമങ്ങളെ വിളിക്കുന്ന പേരാണ് മെർക്കാന്റിലിസ്റ്റ് നിയമങ്ങൾ. മെർക്കാന്റിലിസ്റ്റ് നിയമങ്ങൾ നമ്മൾ ഓരോന്നായി പരിചയപ്പെടുകയാണ്. 1. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. Products of the colonies like sugar, wool, cotton, tobacco, etc. could only be exported to England. മറ്റൊരു നിയമം, കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. That is, colonies must provide food and quarters for the British troops which were maintained in the colonies. ഇനിയുമുണ്ട് മെർക്കാന്റിലിസ്റ്റ് നിയമങ്ങൾ. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിക്കണം. British stamp must be affixed on all the legal documents, newspapers, pamphlets, license, etc. Next, കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. Import tax must be paid for the import of tea, glass, paper, etc. Next, കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. The goods to and from the colonies must be carried only in British ships or ships built in the British colonies. ഇത്രയുമാണ് മെർക്കാന്റിലിസ്റ്റ് നിയമങ്ങൾ. ഇതെല്ലാം കേട്ടപ്പോൾ നിങ്ങൾക്കാകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവില്ലേ? പേടിക്കാനൊന്നുമില്ല. ഒരു ചെറിയ മെമ്മറി ടെക്നിക്കിലൂടെ ഒരിക്കലും മറക്കാത്ത രീതിയിൽ ഈ മെർക്കാന്റിലിസ്റ്റ് നിയമങ്ങൾ നമുക്ക് ഓർത്തു വെക്കാം. തൽക്കാലം ദൈർഘ്യം ഭയന്ന്
ആ മെമ്മറി ടെക്നിക്ക് ഇവിടെ ചേർക്കുന്നില്ല. എൻ്റെ അടുത്ത എപ്പിസോഡിൽ മെർക്കാൻറ്റലിസ്റ്റ് നിയമങ്ങൾ മറക്കാതിരിക്കാനുള്ള മെമ്മറി ടെക്നിക്സ് ഉൾപ്പെടുത്തും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ നെക്സ്റ്റ് വീഡിയോ കാണുകയും വേണം. എങ്കിൽ ഒരിക്കലും മറക്കാത്ത രീതിയിൽ മെർക്കാൻറ്റലിസ്റ്റ് നിയമങ്ങൾ നിങ്ങൾക്ക് 2 മിനിറ്റ് കൊണ്ട് സ്വായത്തമാക്കാം. എന്താണെങ്കിലും നമ്മൾ വീണ്ടും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാരണങ്ങളിലേക്ക് പോവാണ്. ഈ ബ്രെയിൻ മാപ്പിംഗ് ഷീറ്റിൻ്റെ സഹായത്തോടു കൂടി നാം വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ഇടയായിത്തീർന്ന വിവിധ സാഹചര്യങ്ങളാണ്. അടുത്ത സാഹചര്യമാണ് നമ്മൾ ഇനി വിശകലനം ചെയ്യുന്നത്. ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു ദ ഔട്ട്ബ്രേക്ക് ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ജോൺ ലോക്ക്, തോമസ് പെയിൻ തുടങ്ങിയ ചിന്തകർ ജനങ്ങളെ മെർക്കാൻറ്റലിസ്റ്റ് നിയമത്തിനെതിരെ പ്രചോദിപ്പിച്ചു. ബ്രിട്ടീഷ് ചൂഷണ നിയമങ്ങൾക്കെതിരെ thinkers like John Locke and Thomas Paine stimulated the people against the exploitative laws of the British. അടുത്ത സാഹചര്യമാണ് ഇനി വിശകലനം ചെയ്യുന്നത്. 1774 ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നു. വിവിധ കോളനികളുടെ പ്രതിനിധികൾ ഫിലാഡൽഫിയയിൽ സമ്മേളിക്കുകയും ജനങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും കോളനികളിലെ നിയന്ത്രണങ്ങൾ നീക്കണമെന്നും ആവശ്യപ്പെട്ടു. തുടർന്ന് അവർ രാജാവിന് ഒരു പെറ്റീഷൻ സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ രാജാവ് പെറ്റീഷൻ റിജക്റ്റ് ചെയ്തു. ഇത് കോളനികളും ബ്രിട്ടനും തമ്മിൽ യുദ്ധം ആരംഭിക്കാൻ കാരണമായി. ഇതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിനിടയാക്കിയ വിവിധ സാഹചര്യങ്ങൾ. ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് 1774 നടന്നു. പ്രാധാന്യം ബ്രിട്ടീഷ് നിയന്ത്രണങ്ങൾ നീക്കണമെന്നും കോളനിക്കാരുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ഈ സമ്മേളനം ആവശ്യപ്പെട്ടു. The importance of First Continental Congress. American colonies demanded the removal of the regulations and not to impose tax without the approval of the people. Colonies submitted a petition to the king. കോളനികൾ രാജാവിന് പെറ്റീഷൻ സമർപ്പിച്ചു. പക്ഷേ കോളനിക്കാരുടെ ആവശ്യം രാജാവ് തള്ളുകയും കോളനിയിലേക്ക് സൈന്യത്തെ വിടുകയും ചെയ്തപ്പോൾ കോളനിക്കാർ ബ്രിട്ടനെതിരെ യുദ്ധം ചെയ്തു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ മറ്റു പ്രധാന സംഭവങ്ങൾ എന്തെല്ലാമെന്ന് നോക്കേണ്ടേ? ബ്രെയിൻ മാപ്പിംഗ് ഷീറ്റിലേക്ക് തന്നെ നോക്കൂ. 1775 ഫിലാഡൽഫിയയിൽ കോളനികളുടെ പ്രതിനിധികൾ സമ്മേളിച്ചു. In 1775, the delegates of the North American colonies met at Philadelphia. This meeting is called as Second Continental Congress. ഈ മീറ്റിംഗ് ജോർജ് വാഷിംഗ്ടനെ സൈനിക മേധാവിയായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. മറ്റൊരു പ്രധാന സംഭവം, തോമസ് പെയിൻ കോമൺ സെൻസ് എന്ന പേരിൽ ഒരു ലഘുലേഖ പ്രസിദ്ധീകരിക്കുകയും ആ ലഘുലേഖയിലൂടെ ബ്രിട്ടനുമായി എല്ലാ ബന്ധവും വിച്ഛേദിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. 1775 രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ് ജോർജ് വാഷിംഗ്ടനെ സൈനിക മേധാവിയായി തെരഞ്ഞെടുത്തു. The Second Continental Congress, held at Philadelphia in 1775, elected George Washington as the commander-in-chief of the Continental Army. Through the pamphlet titled Common Sense, Thomas Paine called to break the ties with Britain. തോമസ് പെയിൻ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ മാതൃരാജ്യവുമായി വേർപിരിയുന്നതായി പ്രഖ്യാപിച്ചു. പിന്നീട് നടന്ന പ്രധാന സംഭവം 1776 തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും
പ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. തുടർന്ന് പ്രധാന സംഭവം 1781 ബ്രിട്ടനും കോളനിക്കാരും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു. 1776 ജൂലൈ 4 തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും പ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. നെക്സ്റ്റ് 1781 the war between England and the colonies came to an end. നെക്സ്റ്റ് 1783 പാരീസ് ഉടമ്പടി പ്രകാരം ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുകയും അങ്ങനെ കോളനികൾ കൂടി ചേർന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക രൂപപ്പെടുകയും ചെയ്തു. ജെയിംസ് മാഡിസൺ ഫ്രെയിംഡ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ എഴുതപ്പെട്ട ഭരണഘടനയുള്ള ആദ്യത്തെ രാജ്യമായി അമേരിക്ക മാറി. ജോർജ് വാഷിംഗ്ടൺ ഫസ്റ്റ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. The 13 colonies became independent by the Treaty of Paris in 1783. Under James Madison, they framed the American Constitution. George Washington became the first president of United States of America. ബ്രെയിൻ മാപ്പിംഗ് ഷീറ്റിൻ്റെ സഹായത്തോടു കൂടി ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി കണ്ണോടിച്ചു പോവുകയാണ്. ആദ്യം അമേരിക്കൻ വിപ്ലവത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളാണ്. അതിന് ഇൻട്രഡക്ഷൻ 16-ാം നൂറ്റാണ്ട് മുതൽ നോർത്ത് അമേരിക്കയിലേക്ക്, വടക്കേ അമേരിക്കയിലേക്ക് യൂറോപ്യൻ കുടിയേറ്റം. 18-ാം നൂറ്റാണ്ടിൽ 13 കോളനികൾ അമേരിക്കയിൽ സ്ഥാപിക്കപ്പെടുന്നു. അമേരിക്കയിൽ സ്ഥാപിക്കപ്പെട്ട ബ്രിട്ടീഷ് കോളനികളിൽ സാമ്പത്തിക ചൂഷണത്തിന് വേണ്ടി ബ്രിട്ടൻ മെർക്കാൻഡലിസ്റ്റ് നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. മെർക്കാൻഡലിസ്റ്റ് നിയമങ്ങൾക്കെതിരെ ജോൺ ലോക്ക്, തോമസ് പെയിൻ തുടങ്ങിയ ചിന്തകർ ജനങ്ങളെ പ്രചോദിപ്പിക്കുകയും 1774 കോളനികളുടെ പ്രതിനിധികൾ ഫിലാഡൽഫിയയിൽ സമ്മേളിക്കുകയും ചെയ്തു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഈ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ പ്രാധാന്യം ജനങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും നിയന്ത്രണങ്ങൾ നീക്കണമെന്നും ആവശ്യപ്പെട്ടതാണ്. തുടർന്ന് ബ്രിട്ടീഷ് രാജാവിന് കോളനികൾ ഒരു പെറ്റീഷൻ സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ പെറ്റീഷൻ രാജാവ് തള്ളുകയും കോളനികളിലേക്ക് സൈന്യത്തെ അയക്കുകയും ചെയ്തു. ഇത് കോളനികളും ബ്രിട്ടനും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായി. ഇനി കാണുന്നത് മറ്റു പ്രധാന സംഭവങ്ങളാണ്. 1775 രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ് നടന്നു. ഈ രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ് ജോർജ് വാഷിംഗ്ടനെ സൈനിക മേധാവിയായി തെരഞ്ഞെടുത്തു. തോമസ് പെയിൻ കോമൺ സെൻസ് എന്ന ലഘുലേഖ പ്രസിദ്ധീകരിക്കുകയും അതുവഴി ബ്രിട്ടനുമായി എല്ലാ ബന്ധവും വിച്ഛേദിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. 1776 തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അമേരിക്കയുടെ പ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. യുദ്ധം 1781 അവസാനിച്ചു. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ബ്രിട്ടൻ അമേരിക്കൻ കോളനികൾക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു. അമേരിക്കയുടെ ഭരണഘടന ജെയിംസ് മാഡിസൺ രൂപപ്പെടുത്തി. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക രൂപം കൊണ്ടു. ജോർജ് വാഷിംഗ്ടൺ ആദ്യത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇനി നാം വിശകലനം ചെയ്യുന്നത് അമേരിക്കൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങളാണ്. ദ ഇമ്പോർട്ടൻസ് ഓർ റിസൾട്ട്സ് ഓർ ഇൻഫ്ലുവൻസ് ഓർ ഇമ്പാക്റ്റ് ഓഫ് അമേരിക്കൻ റെവല്യൂഷൻ. അമേരിക്കൻ വിപ്ലവം ലോകത്തെ സ്വാധീനിച്ചതെങ്ങനെ? അമേരിക്കൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്തെല്ലാം? അമേരിക്കൻ വിപ്ലവത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ പട്ടികപ്പെടുത്തുക തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ നൽകാവുന്ന ഉത്തരമാണ് ഇനി വിശദീകരിക്കുന്നത്. 5 പോയിന്റുകളാണുള്ളത്.
വൺ ബൈ വണ്ണായി ഓർത്താൽ തന്നെ ഇത് മനസ്സിലാവാൻ പറ്റും. ഫസ്റ്റ്, ഗേവ് ഗൈഡൻസ് ആൻഡ് മോട്ടിവേഷൻ ടു ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ്. ആദ്യമായി നടക്കുന്ന ഒരു വിപ്ലവമായതുകൊണ്ട് തന്നെ പിൽക്കാല വിപ്ലവങ്ങൾക്കൊക്കെ ഇത് പ്രചോദനം നൽകി. 2, ഗൈഡഡ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിറ്റീസ്. റിനൈസൻസും എൻലൈറ്റൻമെൻറ്റും ഉയർത്തിക്കാണിച്ച മാനവിക മൂല്യങ്ങളുണ്ടായിരുന്നു. ഈ മാനവിക മൂല്യങ്ങൾ, മാനുഷിക മൂല്യങ്ങൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും ഉയർത്തിപ്പിടിച്ചു. മാനുഷിക മൂല്യങ്ങൾക്ക് വഴികാട്ടിയായി. 3rd one, put forward the concept of Republican form of government. റിപ്പബ്ലിക്കൻ ഭരണരീതി ലോകത്തിന് കാണിച്ചു കൊടുത്തു. Prepared the first written constitution. ജെയിംസ് മാഡിസൺ ഭരണഘടന ഉണ്ടാക്കിയത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ ഭരണഘടന, എഴുതപ്പെട്ട ഭരണഘടന രൂപപ്പെടുത്തി. നെക്സ്റ്റ്, കോൺട്രിബ്യൂട്ടഡ് ദി കോൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം. അമേരിക്കയിൽ ഫെഡറൽ സംവിധാനമാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഫെഡറൽ സിസ്റ്റം അമേരിക്കക്കാർ ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തു. പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. അമേരിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. ഇതാണ് അമേരിക്കൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ. ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ബെലൈക്കൺ പ്രസ് ചെയ്യണം. അതേപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ഷെയർ ചെയ്യുകയും വേണം. മാത്രവുമല്ല, ഇതുപോലെ മറ്റു പാഠഭാഗങ്ങളും തുടർച്ചയായി ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ആൾ ദി ബെസ്റ്റ്.